ഹൗ ടു മാനേജ് യുവർ ടൈം. സമയം എങ്ങനെ കൈകാര്യം ചെയ്യാം? നമുക്കൊക്കെ കിട്ടുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, കൃത്യമായി ഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് പഠിക്കുവാനും കളിക്കുവാനും ജോലി ചെയ്യുവാനും അപ്പുറം നമുക്ക് ആ സാധനം, അതായത് ആ ജോലി എൻജോയ് ചെയ്യുവാനുമുള്ള സമയം കൂടുതലായി കിട്ടും. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പഠിക്കുവാനും ജോലി ചെയ്യുവാനും മാത്രമുള്ളതല്ല, എൻജോയ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം. സമയത്തെക്കുറിച്ച് ചാണക്യൻ പറയുന്നത്, സമയം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, എല്ലാത്തിനെയും സമയമാകുമ്പോൾ സംഹരിക്കുന്നു. നാം ഉറങ്ങുമ്പോഴും അത് ഉണർന്നിരിക്കുന്നു, നാം അറിയാതെ അത് നമ്മെ പിടികൂടുന്നു. സമയമെന്നത് നിയന്ത്രണ വിധേയമല്ല. ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടുന്ന സമയം മുഴുവൻ എൻജോയ് ചെയ്ത് എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോൾ വേണമെങ്കിലും ഉണരാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവിടെ നമ്മളെ ആരും ചോദ്യം ഇല്ല എന്നാണ് മിക്കവരും കരുതുന്നത്. യഥാർത്ഥത്തിൽ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് ഉറങ്ങുവാനും കൃത്യമായ സമയത്ത് ഉണരുവാനും കൃത്യമായ സമയത്ത് ജോലിക്ക് പോകുവാനും കൃത്യമായി സമ്പാദിക്കുന്നതിനും വേണ്ടിയാണ്. ഇത് ഡിസിപ്ലിൻ്റെ ഒരു ഭാഗം കൂടിയാണ്.